Access with Speech. Access with Speech. A self-learning series for visually challenged. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ. ആക്സസ് വിത്ത് സ്പീച്ചിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ കേട്ടുകേൾവിയുള്ള ഒരു ആൻഡ്രോയിഡിൻ്റെ ഫീച്ചറാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് ആൻഡ്രോയിഡിൽ വിജിറ്റ്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് നാം വിജിറ്റ്സുകൾ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് വിജിറ്റ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? അതായത് വിജിറ്റ്സുകൾ ആഡ് ചെയ്യുന്നതെങ്ങനെ, റിമൂവ് ചെയ്യുന്നതെങ്ങനെ, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് റീസൈസ് ചെയ്യുന്നത് എങ്ങനെ എന്നീ കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. വിജിറ്റ്സുകൾ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒരു യൂസർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷൻ വളരെ ലളിതമായും വേഗത്തിലും ചെയ്യാൻ സഹായിക്കുന്ന, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഹോം സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സഹായിക്കുന്ന ചില കുഞ്ഞൻ ആപ്ലിക്കേഷനുകളെയാണ് നാം വിജിറ്റ്സുകൾ എന്ന് പറയുന്നത്. വിജിറ്റ്സുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായുള്ള ഡിഫോൾട്ട് വിജിറ്റ്സുകളും, മറ്റൊന്ന് ഓരോ ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ നിന്ന് നാം മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതോടൊപ്പം ആഡ് ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷൻ വിജിറ്റ്സുകളുമാണ് പ്രധാനമായും നാം ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ കണ്ടുവരുന്നത്. ഇനി നമുക്ക് എന്തിനാണ് നാം വിജിറ്റ്സുകൾ ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കാം. സാധാരണയായി നമുക്ക് വളരെ ലളിതമായും വേഗത്തിലും ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വളരെ സിമ്പിൾ ആയി ചെയ്യാൻ യൂസറെ സഹായിക്കുന്ന ഒരു സങ്കേതമാണ് ആൻഡ്രോയിഡിൽ വിജിറ്റ്സുകൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹോം സ്ക്രീൻ കസ്റ്റമൈസേഷൻ്റെ ഭാഗമായും നാം വിജിറ്റ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി വിജിറ്റ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വായിച്ചു നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇനി എങ്ങനെയാണ് വിജിറ്റ്സുകൾ ഉപയോഗിക്കുക എന്ന് നോക്കാം. ഞാൻ എൻ്റെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ നിൽക്കുകയാണ്. നമുക്ക് ഹോം സ്ക്രീനിൽ ഒരു കുറച്ച് ബ്ലാങ്ക് സ്പേസ് കിടപ്പുണ്ട്. എൻ്റെ ഹോം സ്ക്രീനിൽ ഏറ്റവും മുകളിൽ ഈ വാട്സാപ്പിനും ഇതിനൊക്കെ ഇടയിലായിട്ട് കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ഈ ബ്ലാങ്ക് സ്പേസിലേക്ക് നമുക്കൊരു സിമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫോൾട്ട് വിജിറ്റ് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അനലോഗ് ക്ലോക്കാണ് ഞാനിവിടേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് സാധാരണയായി നമുക്ക് വിജിറ്റ്സ് ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് കിട്ടുന്നതിന് ഏതെങ്കിലും നിങ്ങളുടെ ഹോം സ്ക്രീനിൻ്റെ ബ്ലാങ്ക് സ്പേസിൽ ജസ്റ്റ് ലോങ് ഹോൾഡ് ചെയ്യുക എന്നതാണ്. ടോക്ക് ബാക്ക് യൂസേഴ്സ് ഡബിൾ ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ലോങ് ഹോൾഡ് ചെയ്യുക. ഒന്ന് നിങ്ങളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ആ മെനു ഓൾറെഡി വന്നു കഴിഞ്ഞു. ചിലപ്പോൾ ടോക്ക് ബാക്ക് നമുക്ക് ഫീഡ്ബാക്ക് തരാറുണ്ട്, മറ്റു ചിലപ്പോൾ അത് തരാറില്ല. എന്തായാലും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻ ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ മെനു വന്നു എന്ന് ടോക്ക് ബാക്ക് യൂസേഴ്സ് മനസ്സിലാക്കുക. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വന്ന കോണ്ടെക്സ്റ്റ് മെനു ഏതെല്ലാമാണെന്ന് നോക്കാവുന്നതാണ്. ഹോം സെറ്റിംഗ്സ്, വിജിറ്റ്സ്, വാൾപേപ്പേഴ്സ്. ഇതിൽ നിന്നും നിങ്ങൾ വിജിറ്റ്സ് സെലക്ട് ചെയ്യുക. എന്താണ് ഓട്ടോ സ്പീക്കർ 1 of 24 ഐറ്റംസ്, അതായത് ഏകദേശം 24 തരത്തിലുള്ള വിജിറ്റ്സുകൾ എൻ്റെ മൊബൈലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് എനിക്ക് എന്താണ് ആദ്യമായി ഞാൻ ആഡ് ചെയ്യുന്നത് എന്താണ് എൻ്റെ ഒരു ഡിഫോൾട്ടായിട്ടുള്ള ക്ലോക്ക്. നിങ്ങൾക്കിവിടെ ഈ ലിസ്റ്റിൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്യുകയോ എക്സ്പ്ലോർ ബൈ ടച്ച് ഉപയോഗിച്ച് ആവശ്യമായ വിജിറ്റ്സ് കണ്ടെത്തുകയോ ചെയ്യാം. കേട്ടോ, ഡിജിറ്റൽ ക്ലോക്ക് 4 വൈഡ്
and 3 height. അതതിൻ്റെ സൈസാണ് പറയുന്നത്. അനലോഗ് ക്ലോക്ക് 3 ആണ് അതിൻ്റെ വിഡ്ത്തും അതുപോലെ ഹൈറ്റും. ഞാൻ ഇതിനെ ആഡ് ചെയ്യുകയാണ്. ഇതിനെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് എവിടെയാണോ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് റിലീസ് ചെയ്താൽ മതിയാവും. ടോക്ക് ബാക്ക് യൂസേഴ്സ് ഡബിൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഏത് സ്ക്രീനിലാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് അവിടെ റിലീസ് ചെയ്യുക. അതായത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, ബ്ലാങ്ക് സ്പേസിലേക്ക്, ഹോം സ്ക്രീനിലുള്ള ബ്ലാങ്ക് സ്പേസിലേക്കാണ് ഇതിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ എന്ത് പറ്റി, എൻ്റെ ഹോം സ്ക്രീനിലേക്ക് ഒരു വിജിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ടൈമിംഗ് പറഞ്ഞു, കാരണം ഒരു അനലോഗ് ക്ലോക്കാണ് ഞാൻ ആഡ് ചെയ്തത്. ആ ക്ലോക്കിൻ്റെ സ്പേസിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പം എന്ത് കിട്ടുന്നു, ഇത് കൂടാതെ എൻ്റെ ഹോം സ്ക്രീനിലെ എല്ലാ ഐക്കൺസും എനിക്ക് അവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ എനിക്ക് സമയം അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാനൊരു നോർമൽ വ്യക്തിയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും എടുക്കണമെങ്കിൽ, അതായത് ഞാൻ ഇവിടെ ഇതൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കൂ, ഇതിൽ കേട്ടോ അലാം, ഈ ഓപ്ഷൻസ് എല്ലാം എനിക്ക് കിട്ടും. എനിക്ക് ഇവിടെ നിന്ന് ബാക്ക് ചെയ്ത് പോവാം. പിന്നെ സാധാരണയായിട്ട് ഹോം സ്ക്രീനിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും മറ്റുമൊക്കെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ വിജിറ്റ്സുകൾ ആഡ് ചെയ്യുന്നത്. ഇനി വിജിറ്റ്സിൻ്റെ മറ്റൊരു ഉപയോഗം എന്താണെന്ന് നോക്കണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ മൂന്നാമത്തെ സ്ക്രീനിലേക്ക് പോവുകയാണ്, ഹോം സ്ക്രീനിലേക്ക്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ മറ്റൊരു വിജിറ്റ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈ വാച്ച് ലിസ്റ്റ്. ഇതെന്താണ്, എൻ്റെ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫിനാൻസ് വിജിറ്റാണ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്കിതെന്താണ്, എനിക്കിത് മാർക്കറ്റ് ഓപ്പൺ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ റിഫ്രഷ് ബട്ടണിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എനിക്കിത് വായിച്ച് നോക്കിയാൽ മതിയാവും. ഇതിനെ നമുക്കിനി ഈ വിജിറ്റ്സുകളെ നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റീസൈസ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ വിജിറ്റ്സിൻ്റെ ഹെഡിങ്ങിൽ എത്തുക. ലിസ്റ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പേര്. ഇത് ആക്ച്വലി ഫിനാൻസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് അണ്ടറിലാണ് വരുന്നത് നിങ്ങളുടെ എൻ്റെ വിജിറ്റ് ലിസ്റ്റിൽ. അത് ഞാൻ കാണിച്ചു തരാം. റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ആ വിജിറ്റ്സിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയോ അതല്ല എങ്കിൽ ലോക്കൽ ടോക്ക് ബാക്ക് യൂസേഴ്സ് ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കുകയോ ചെയ്യുക. അതിൽ ആക്ഷൻസ് മെനു സെലക്ട് ചെയ്യുക, റിമൂവ്. ഇപ്പം എന്ത് പറ്റി, എൻ്റെ ഫൈനാൻസ് എന്ന് പറയുന്ന വിജിറ്റ്സ് റിമൂവായി. നമുക്ക് വീണ്ടും അതിനൊന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നതിന് നിങ്ങൾ ഏതെങ്കിലും ബ്ലാങ്ക് സ്പേസിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ടോക്ക് ബാക്ക് യൂസർ ഡബിൾ ഫിംഗർ ഉപയോഗിക്കുക, അല്ലാത്തവർ സിംഗിൾ ഫിംഗർ. ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ഒരു വൈബ്രേഷൻ കിട്ടി എന്നതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ വിജിറ്റ്സ് ആഡ് ചെയ്യാനുള്ള ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു വന്നു എന്നാണ്. ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് വിജിറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്യുക. ക്രോം, ഡ്രൈവിൻ്റെ ഇതുണ്ട്, ജിമെയിൽ,
Wi-Fi 2 I Google. Gmail label 1 Wi-Fi 1 Gmail 4 Wi-Fi Gmail. നമുക്ക് Gmail 4 Wi-Fi 4 I. ഈ ജിമെയിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതിനെ ഹോൾഡ് ചെയ്ത് എവിടെയാണോ നിങ്ങളുടെ ബ്ലാങ്ക് സ്പേസ് അവിടേക്ക് ആഡ് ചെയ്യുക. ടോക്ക് ബാക്ക് യൂസസ് ഡബിൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. എൻ്റെ മൊബൈലിൽ ഒന്നിൽ കൂടുതൽ ജിമെയിൽ അക്കൗണ്ടുകൾ ഉള്ളതിനാൽ എന്നോട് ഏത് അക്കൗണ്ട് വേണം എന്നാണ് വിജിറ്റ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ ചാനലിൻ്റെ ID സെലക്ട് ചെയ്യുകയാണ്. ഇനി ഏത് ഫോൾഡറാണ് ഈ വിജിറ്റ്സിൽ കാണിക്കേണ്ടതെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്. പ്രൈമറി, സോഷ്യൽ, പ്രൊമോഷൻസ്. ഞാൻ ഇതിനകത്ത് പ്രൈമറി സെലക്ട് ചെയ്യുകയാണ്. പ്രൈമറി എന്ന് പറഞ്ഞ് ജിമെയിൽ എന്ന് കിട്ടി. ഇനി ഇവിടെ നിന്ന് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിവിടുന്ന് ഇത് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ജിമെയിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തുറക്കുക അവിടെ പോകുകയൊന്നും വേണ്ട. കാരണം എൻ്റെ എന്താ പറയുക യൂട്യൂബ് ചാനലിൽ ആരൊക്കെ എന്തൊക്കെ എന്താ പറയുക, എനിക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യുന്നുണ്ടോ, ഷെയർ ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എന്നതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ മെസ്സേജുകളും ഈ ഐഡിയിലാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിതിനിവിടെ ഒരു വിജിറ്റ്സ് ആയി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. കേട്ടോ, ഇപ്പോൾ എൻ്റെ ഈ നമുക്കിനി ഈ ക്ലോക്ക് വിജിറ്റ്സിനെ ഒന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അനലോഗ് ക്ലോക്ക് എന്നതിൽ ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കുക, അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആക്ഷൻസ് മെനു ഇത് റിമൂവ് ചെയ്തു. ഞാൻ ഇതുപോലെ തന്നെ ജിമെയിൽ എന്ന വിജിറ്റിൽ വന്നു. പ്രൈമറി കമ്പോസ് ബട്ടൺ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ആർക്കെങ്കിലും ഒരു മെസ്സേജ് അത്യാവശ്യം അയക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇവിടുന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ എനിക്ക് എൻ്റെ കമ്പോസ് പേജ് വരും. 2 വന്നു കഴിഞ്ഞു. ഇത് മെയിൽ അയക്കാൻ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാക്കോട്ട് പോകുന്നു. ഞാൻ എന്ത് ചെയ്തു, ആ ജിമെയിൽ ആപ്പാണ് ഓൾറെഡി തുറന്നു വന്നത്. ഞാൻ അതിൽ നിന്നും ബാക്ക് അടിച്ച് പുറത്തോട്ട് പോകുന്നു. ഈ വിജിറ്റ്സിനെ നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. ലോക്കൽ കോണ്ടെക്സ്റ്റ് മെനു എടുക്കുന്നു, ആക്ഷൻസ് മെനു എടുക്കുന്നു, റീസൈസ് എടുക്കുന്നു. നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യാം. വിഡ്ത്ത് 4ഉം ഹൈറ്റ് 3യുമായി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇതിനൊന്ന് ചെറുതാക്കുകയാണ്. ഞാൻ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി.
creators. Sabah KS, September 4th. Open parent no subject close. YouTube creators, August 26th. എനിക്കിങ്ങനെ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ഇത് ആഡ് ചെയ്യും റിമൂവ് ഒക്കെ ചെയ്യാം. Creators, August 26th. YouTube creators, primary, compose, button, primary, Gmail. ഞാനിത് റിമൂവ് ചെയ്യുന്നു. Actions menu, remove, item removed, quick step. റിമൂവ് സെലക്ട് ചെയ്താൽ അത് റിമൂവ് ആയി കഴിഞ്ഞു. ഇത്രയുമാണ്, വളരെ എളുപ്പമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.